വേദമന്ത്രയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്ക് സ്വാഗതം. ഹിന്ദു ആചാരപ്രകാരം ഒരുപാട് മൂർത്തികളെ ഓരോ വ്യക്തികളും വെച്ച് ആരാധിക്കുന്നുണ്ട്. അത് ഉത്തമമായ രീതിയിലും മധ്യമമായിട്ടുള്ള അവസ്ഥയിലും കർമ്മങ്ങൾ കൊടുത്ത് പൂജിക്കാറുണ്ട്, ആചരിക്കാറുണ്ട്. എന്നാൽ മലബാർ സമ്പ്രദായമായിട്ട് ഉള്ള മൂർത്തികളെ ആചരിക്കുമ്പോൾ അതിന് അതിൻ്റെതായ ആചാര അനുഷ്ഠാന രീതികളുണ്ട്. അതിന് താന്ത്രികപരമായിട്ട് കൃത്യമായിട്ടുള്ള സംഗതികളൊന്നും ഇല്ലെങ്കിൽ തന്നെ ആ മലബാരം മൂർത്തികൾക്ക് അവർക്ക് ചെയ്യുന്ന കർമ്മങ്ങൾ എന്തോ അതാണ് അവർക്ക് ഉചിതം. അപ്പം അതിനെ മറ്റ് താന്ത്രിക വിധിപ്രകാരമുള്ള കർമ്മകാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അത് നല്ലത് തന്നെയാണ്. പക്ഷേ അതിൻ്റെ വിധാനം അനുസരിച്ച് കള്ളും ചാരയും വയ്ക്കാനൊന്നും താന്ത്രികത്തിൽ ഇല്ല. അപ്പൊ ഒരു കുടുംബ നാലാമയിടത്ത് പൂർവികരായിട്ട് ഉപാസിച്ചു കൊണ്ടുവന്ന് വലിയ തരക്കേടില്ലാതെ വെച്ച് ആരാധിക്കുന്നതും അതിലുപരി അവരുടെ ഉപാസന കഴിവുകൊണ്ട്, ഉപാസന ബലം കൊണ്ട്, അല്ലെങ്കിൽ അവർ മാന്ത്രിക പഠിപ്പ് കൊണ്ട് മറ്റുള്ളവർക്ക് നല്ലത് ചെയ്യുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ ബാധാദോഷങ്ങൾ, ബാധ വേർപാട് പരിഹാരങ്ങൾ ചെയ്യുന്ന വ്യക്തികളാണെങ്കിൽ അത് തലമുറകളായിട്ട് അങ്ങനെ കൊണ്ടു നടന്നിരുന്ന കാലഘട്ടം ഉണ്ടായിരിക്കാം. പിന്നീട് അത് ഏതെങ്കിലും തരത്തിൽ നിന്നു പോയിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോൾ കർമ്മികളല്ല കുടുംബത്തിൽ വെച്ച് ആരാധിച്ചിരുന്നൊരു സമ്പ്രദായം ഉണ്ടായിരുന്നു. അത് കുറേ കാലങ്ങൾക്ക് ശേഷം നിശ്ചലമായി, ആരും അതിനെ തിരിഞ്ഞു നോക്കാനില്ല, കർമ്മങ്ങളില്ല എന്ന് വരികയും, അതേപോലെ തന്നെ ചില ധർമ്മദൈവങ്ങളുടേതായ ദുരിതങ്ങളെ കൊണ്ടും ഇപ്പോൾ ഒരു വീട്ടിലെ മരണങ്ങളുണ്ടായി, അപകട മരണമോ, തൂങ്ങി മരണമോ, വിഷം കുടിച്ചോ, മറ്റേ തരത്തിലുള്ള ദുരിത മരണങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ആ പ്രേതാത്മാക്കള് അധികം വൈകാതെ തന്നെ പൈശാചിക ഭാവത്വം ഭാവിച്ച് ധർമ്മദൈവങ്ങളിലേക്ക് കയറാനായിട്ട്, അല്ലെങ്കിൽ അവരിൽ ബന്ധപ്പെടാനായിട്ടുള്ള സാഹചര്യം ഉണ്ടായിരിക്കും. അങ്ങനെ വരുമ്പോഴും ആ ദൈവങ്ങളുടേതായ ശക്തി നശിച്ച് ആ കുടുംബ നാലാമയിടത്തിനായി 3 തലത്തിൽ പറഞ്ഞതും അവസാനം വരുമ്പോൾ ആ കുടുംബത്തിൽ ഓരോരോ തരത്തിലുള്ള ദുരിതങ്ങളോ അനർത്ഥങ്ങളോ, വീണ്ടും വീണ്ടും കഷ്ടങ്ങളോ, അല്ലെങ്കിൽ മരണാവസ്ഥകളോ അങ്ങനെ വരുമ്പോഴായിരിക്കും ഓരോ കുടുംബക്കാരും ഇതിനെപ്പറ്റി നോക്കിയറിയാം. അങ്ങനെ നോക്കിയറിയണമെങ്കിൽ ഒരുപാട് വർഷങ്ങൾ കഴിയണം. കാരണം ഓരോ കുടുംബത്തിലും വിശ്വാസമുള്ളവരുണ്ട്, വിശ്വാസം ഇല്ലാത്തവരുണ്ട്. വിശ്വാസമുള്ളവരെക്കാട്ടിൽ കൂടുതലാണ് വിശ്വാസം ഇല്ലാത്തവർ. ചിലപ്പോൾ ഒക്കെ ഒരൊറ്റ വീട്ടിൽ താമസിക്കണമെന്ന് ആയിരിക്കാം. പക്ഷെ ദുരിതത്തിൻ്റെ മീതെ ദുരിതങ്ങൾ, കഷ്ടങ്ങൾ, ആപത്തുകൾ, അനർത്ഥങ്ങൾ, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, ഭാര്യ ഭർത്താക്കന്മാരാക്കി വേർപിരിയൽ, മാനസികമായിട്ടുള്ളതായ പ്രശ്നങ്ങൾ, ദുർമരണങ്ങൾ, അങ്ങനെ അടിക്കടി വന്നുകൊണ്ടിരിക്കുമ്പോഴാണ് അവർ നിവൃത്തിയില്ലാണ്ടായിരിക്കുമ്പോഴാണ് ഇതിനെപ്പറ്റി നോക്കുക. അത് നോക്കുമ്പോൾ ഒരുപക്ഷെ നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ മാന്ത്രിക വിധിപ്രകാരം ചെയ്യുന്ന കർമ്മങ്ങളിൽ മലബാര സമ്പ്രദായം പറഞ്ഞു, അതിനെ വെച്ചിട്ട് ചിലപ്പോൾ ഇതിൽ താന്ത്രിക വിധിപ്രകാരം ചെയ്യേണ്ട കുറേ കർമ്മങ്ങളുണ്ട്, അതിനത് ചില പറ്റിയില്ല എന്ന് വരും. ഇപ്പോൾ ആ പ്രശ്നം വെച്ചിട്ട് നോക്കുമ്പോൾ ആ പ്രശ്നത്തിൻ്റെ ഫലം എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഇപ്പോൾ ധർമ്മദൈവ ദുരിതമുണ്ട്, ബാധാദോഷങ്ങളുണ്ട്, പിന്നെ പ്രേത ദുരിതങ്ങളുണ്ട്, സർപ്പദുരിതങ്ങളുണ്ട്, കൈവിഷമുണ്ട്, ആഭിചാരമുണ്ട്. അങ്ങനെയൊക്കെ പറയുമ്പോൾ ഇതിനെ ആദ്യം അവരെഴുതുക, കൂടുതൽ ദുരിതങ്ങളില്ലാതിരിക്കാനോ അടുത്തൊരു സ്റ്റെപ്പിൽ വരുന്നതായിട്ട് മുന്നേ വേറെ മരണങ്ങളോ മറ്റോ അനർത്ഥങ്ങളോ ഇല്ലാതിരിക്കാനായിട്ട് ഗണപതി ഹോമം, മൃത്യുഞ്ജയ ഹോമം, ഭഗവത് സേവ, ഇതാണ് ആദ്യം ചെയ്യുന്ന കർമ്മങ്ങൾ. അപ്പം അതിനെ ഇപ്പം നമ്മൾ കള്ളും ചാരയും വെച്ച് ചെയ്യുന്ന കർമ്മികൾക്ക് താന്ത്രിക വിധിപ്രകാരം ഇതിൽ പറഞ്ഞിരിക്കുന്ന കർമ്മങ്ങൾ അറിയില്ലാക്കി അവർക്ക് ഒരിക്കലും ചെയ്യാൻ പറ്റില്ല. പക്ഷെ അതിനെ അറിയുന്ന വ്യക്തികൾക്ക് മാത്രമേ ഈ സംഭവങ്ങൾ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പം അതിനെ മാത്രം നമ്മൾ ഉദ്ഘോഷിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അറിയുന്നവർക്ക് ഇതിന് ചെയ്യാൻ പറ്റുള്ളൂ. ഗണപതി ഹോമം, മൃത്യുഞ്ജയ ഹോമം, ഭഗവത് സേവ, ഇത് ചിലപ്പോൾ എല്ലാവർക്കും അറിഞ്ഞോളണമെന്നില്ല. ഇത് ചിലപ്പോൾ ചെയ്യാൻ കൂടുതൽ തിരുമേനിമാരായിരിക്കാം, അല്ലെങ്കിൽ മറ്റുള്ള ആളുകളും ഉണ്ട്, ഇല്ല എന്നല്ല പറയുന്നത്. അപ്പം നമുക്ക് അറിയുമ്പോൾ ഇങ്ങനെ ഒരു പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഇതിൻ്റെ പരിഹാരത്തിന് ആ പ്രശ്നം വയ്ക്കുന്ന ജ്യോത്സ്യൻ പറഞ്ഞു കഴിഞ്ഞാൽ
ഗണപതി ഹോമം, മൃത്യുഞ്ജയ ഹോമം, ഭഗവത് സേവ പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ചെല്ലുക നമ്മുടെ അടുത്തുള്ള ക്ഷേത്രത്തിലെ തിരുമേനിമാരോട് അന്വേഷിക്കാം. ഇങ്ങനെ ചാർത്തുണ്ട്, ഇങ്ങനെയാണ് പ്രശ്നങ്ങൾ, അപ്പം ഇതൊന്ന് ചെയ്തു തരുമോ എന്ന് ചോദിക്കുമ്പോൾ അവർ വരണു, കർമ്മങ്ങൾ ചെയ്യണു, ഒക്കെ പോകണു. പക്ഷേ ഈ മൂർത്തികൾ ചിലപ്പോൾ കരിനീലിയായിരിക്കാം, ചാത്തനായിരിക്കാം, കരിമുട്ടിയായിരിക്കാം, ഗുളികനായിരിക്കാം, എന്തോ ആവട്ടെ, ആ കുടുംബത്തിലേക്ക് പറഞ്ഞിട്ടുള്ള പരിഹാരം ചെയ്യണ വെച്ചെങ്കിൽ ഇതിൽ പറഞ്ഞിരിക്കുന്ന രീതിയിൽ പരിഹാരം ചെയ്താലോ വിട്ടുപോകുക. അപ്പോൾ അത് കഴിഞ്ഞു. ഇനി പ്രേത വേർപാടുണ്ട്. ആ പ്രേത വേർപാടിനെയും ഒരു പക്ഷേ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചാത്തനെയോ അല്ലെങ്കിൽ മറ്റുള്ള മൂർത്തികൾ, മലബാര മൂർത്തികൾക്കോ കർമ്മം ചെയ്തിട്ട് വേർപാടൊക്കെ ചെയ്യാം. പക്ഷെ ഇതിൽ പറയുന്ന പോലുള്ളതായ ആ സംഗതികൾ വരാനായിട്ട് ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടായിരിക്കും. അപ്പോൾ പറഞ്ഞു വന്നത് ഉത്തമമായ രീതിയിലും മധ്യമമായിട്ടുള്ള രീതിയിലും കർമ്മവിധാനങ്ങളുണ്ട്, കർമ്മകാര്യങ്ങളുണ്ട്. ഇതിന് അവർ പറയുന്ന ആ ചിട്ടപ്രകാരം തന്നെ ചെയ്യേണ്ടി വരും. മധ്യമകർമ്മത്തിന് ചിലപ്പോൾ ചിട്ടം നോക്കണ്ടില്ല. അവർക്ക് കളട്ടു, ആ കളത്തിൽ ഇത്തിരി കാര്യങ്ങളൊക്കെ ചെയ്തു, കുറച്ച് കള്ളും തവിടും വെച്ചു, അത് കൃത്യമായിരിക്കും അവർക്ക്. അത് കിട്ടിക്കഴിഞ്ഞാൽ അവർ നന്നായിരിക്കും, അവരുടേതായ ദുരിതങ്ങളൊക്കെ മാറി. അല്ലെങ്കിൽ ആ ദേവതകൾ പവർഫുള്ളായിരിക്കും. ചിലപ്പോൾ ഇവിടെ അന്വേഷിച്ച് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ ഈ പറഞ്ഞു വന്നത് പ്രേത വേർപാട് നടത്തുമ്പോൾ ഗണപതി ഹോമം, പിന്നെന്താ മൃത്യുഞ്ജയ ഹോമം, അതേപോലെ തന്നെ സുദർശനം, പ്രത്യങ്കിര, അതേപോലെ അഘോര അല്ലെങ്കിൽ തൃഷ്ടുപ്പ്, ഇതൊക്കെ ചെയ്തിട്ടായിരിക്കും ഈ മറ്റുള്ള അവസാനം വേർപാടുകളൊക്കെ ചെയ്യാൻ. അതൊക്കെ ചെയ്യുമ്പോഴായിരിക്കും ചിലപ്പോൾ എത്രയോ വർഷങ്ങൾക്ക് മുമ്പുള്ളതായ പ്രേത ദുരിതങ്ങളൊക്കെ കൃത്യമായിട്ട് വിട്ടുമാറൽ ഇതുകൂടെ ആയിരിക്കും. എന്നാൽ ഇത് കഴിഞ്ഞ് ഒരു സ്റ്റെപ്പ് കൂടി കഴിഞ്ഞ് പ്രേത വേർപാടൊക്കെ കഴിഞ്ഞ് അതാത് മൂർത്തികളെ ദുരിതത്തിലിരിക്കുന്നവരിനൊക്കെ മാറ്റി വേറെ ചിലപ്പോൾ മണ്ണിലായിരിക്കണ്ടാവും, തറയിലായിരിക്കണ്ടാവുക മതി. അന്നത്തെ കാലഘട്ടത്തിൽ അങ്ങനെ ഇതിന് പാകുള്ളൂ. അപ്പോൾ ഒന്നുകൂടി നന്നാക്കി ചെയ്യുമ്പോൾ അതിനനുസരിച്ച് ക്ഷേത്രം കെട്ടുകയോ അല്ലെങ്കിൽ തറകൾ അതിൻ്റെ വിധിയനുസരിച്ച് തത്വശാസ്ത്ര വിധിപ്രകാരം സ്ഥാനം നോക്കി, കാരണം മണ്ണിൽ കുഴച്ചോടെ വയ്ക്കുമ്പോൾ സ്ഥാനം ഉണ്ടാവുന്നില്ല. പിന്നൊരു സ്റ്റെപ്പ് അവർക്കുള്ള ആ തത്വശാസ്ത്ര വിധിപ്രകാരം കുറ്റിയടിച്ച ക്ഷേത്രമാണോ തറകളാണോ വെച്ചെങ്കിൽ അതിന് കൃത്യമായിട്ട് സ്ഥാനം ആവശ്യമാണ്. സ്ഥാനം തെറ്റിട്ട് ഇരിക്കുന്ന ആകെ പ്രശ്നമാവും. അപ്പോൾ അങ്ങനെ നമ്മുടെ മൂർത്തികൾ തന്നെ ഇപ്പോൾ തിരുമേനിമാരാവട്ടെ മറ്റുള്ള കർമ്മികളാവട്ടെ അവരുടെ വിധിപ്രകാരം ഇപ്പോൾ കലശ അഭിഷേകമൊക്കെ ചെയ്തിട്ട് അവിടെ കുടിയിരുത്തി കഴിഞ്ഞാൽ പൂർവിക ആചാരത്തിലുള്ള കർമ്മങ്ങൾ ചെയ്തിട്ടില്ല വെച്ചാൽ അവിടെ പണിയാവുകയും. പൂർവിക ആചാരത്തിൽ ഇതൊന്നും ആയിരിക്കില്ല, ഈ അഭിഷേകങ്ങളോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നും ആയിരിക്കില്ല. അപ്പം അവരുടെ ഗുരുക്കന്മാർ അത് ഉപാസിച്ച് കൊണ്ടുവന്നിട്ടുള്ളവർ ചിലപ്പോൾ കുറച്ച് ഗുരുതിയോ ചിലപ്പോൾ കള്ളോ അല്ലെങ്കിൽ കുറച്ച് തവിടോ അതൊക്കെ വെച്ചിട്ട് അവർ കർമ്മം മുഖേന അവരുടെ വിശ്വാസം, അവരുടെ ശക്തി അനുസരിച്ച് അവരായിട്ടുള്ള ബന്ധം അനുസരിച്ച് അവിടെ ഇരുത്തിണ്ടാവുക. അതിനുള്ള ശ്രേയസ്സും അനുഗ്രഹങ്ങളും ശക്തിയൊക്കെ അവിടെ ഉണ്ടായിരിക്കും. പക്ഷേ ഈ വിധിപ്രകാരം കാരണങ്ങളൊക്കെ ആ ദുരിതങ്ങളൊക്കെ തീരുന്നുണ്ടെങ്കിൽ ഇത് മാത്രം ചെയ്തിട്ട് കാര്യമുള്ളൂ. ഇപ്പുറത്ത് കുറച്ച് കള്ളും വെച്ച് കള്ളും കുടിച്ച് അടിയുണ്ടാക്കിയിട്ട് ആ സാധനം നശിച്ചു പോകാന്നല്ലാതെ നന്നാക്കാനായിട്ട് വഴിയില്ല. എങ്കിലും ഇവരിനെ കുടിയിരുത്തി കഴിഞ്ഞാൽ ഉത്തമത്തിലുള്ളതായ മൂർത്തികൾക്ക് ഉത്തമ കർമ്മം തന്നെ ചെയ്യണം. അതായത് ഓരോരോ കുടുംബക്ഷേത്രത്തിലെ ഗുരുമുത്തച്ഛന്മാർ ഉപാസിച്ചു വന്നിട്ടുള്ളതായ അന്നത്തെ ആ സ്ഥാനങ്ങൾ, അന്നത്തെ അവസ്ഥകളനുസരിച്ച് ഇപ്പോൾ ഹനുമാൻ സ്വാമിയായിരിക്കാം, ഉത്തമത്തിലുള്ള ഭഗവതിയായിരിക്കാം, ഭദ്രാളിയായിരിക്കാം, അല്ലെങ്കിൽ നാഗങ്ങളായിരിക്കാം, അല്ലെങ്കിൽ മറ്റ് കന്യാവ്, ഉത്തമത്തിലുള്ള മൂർത്തികൾ ആരാണെങ്കിൽ അവർക്ക് ഉത്തമ കർമ്മം തന്നെ ചെയ്യുന്നു. ആ ഗുരുക്കന്മാർക്ക് മധ്യമകർമ്മം ചെയ്യുന്ന ആ മൂർത്തികളോ അല്ലെങ്കിൽ അവരുടെ ഗുരുക്കന്മാരൊക്കെ ഉണ്ട് വെച്ചെങ്കിൽ അവർക്ക് മധ്യമകർമ്മം തന്നെ വേണം. ഉത്തമത്തിലുള്ളത് എന്ത് പാലും പഴം ചെയ്തിട്ട് അവർക്ക് കാര്യമില്ല. അത് മധ്യമത്തിലുള്ള കർമ്മം അവർക്ക് കുടിയിരുത്തിയെന്നിങ്ങനെ തന്നെ അവർക്ക് കൃത്യമായിട്ടുള്ള മറ്റ് കർമ്മങ്ങൾ ചെയ്യണം. ഇനിയിപ്പോൾ അവരിപ്പോൾ പറഞ്ഞു വെച്ച് നമ്മുടെ ക്ഷേത്രാങ്കണത്തിൽ ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ പരിസരത്ത് കളം കെട്ടാനോ അല്ലെങ്കിൽ കർമ്മം ചെയ്യാനോ കോഴി നടക്കാനോ പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഒറ്റയ്ക്കൊരു വീട്ടുകാരനാവില്ല, കുറേ അധികം വീട്ടുകാരും കമ്മിറ്റിയൊക്കെ ആയിട്ടും പിന്നെ നന്നായി പോവുക. അപ്പോൾ ഒരാളുടെ ഇഷ്ടം കൊണ്ട് ഇഷ്ടം പോലെ അതിൻ്റെ ഉള്ളിലൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ പുറമെ അവർക്കൊരു കളം ഇട്ടിട്ട് അല്ലെങ്കിൽ അവരുടെ ആ കളത്തിലേക്കോ നാക്കലിലോ വെച്ചിട്ട് അതിനെ സങ്കല്പിച്ച് സാന്നിധ്യപ്പെടുത്തിയിട്ട് വേണം ഈ മറ്റു മധ്യകർമ്മങ്ങളൊക്കെ ചെയ്യാൻ. എങ്കിലും അത് ചെയ്താലേ അവർക്ക് അതുകൊണ്ട് സന്തോഷമാവുള്ളൂ. ആർക്ക്? കർമ്മികൾക്കല്ല, മൂർത്തികൾക്ക്. കാരണം അവരുടെ ഭക്ഷണം അതാണ്. ആ ഭക്ഷണം കൊടുക്കാണ്ട് വേറെ എന്ത് കൊടുത്തിട്ടും കാര്യമില്ല. അപ്പോൾ അവരുടേതായ കർമ്മങ്ങൾ ആ ഗുരുമുത്തച്ഛന്മാർ ഇപ്പോൾ തിരുമേനി വന്നു വെച്ചെങ്കിൽ അവരുടെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, അവർക്ക് ഇത് ചെയ്യാനേ പറ്റുള്ളൂ.
ഒരു നിവേദ്യം വെച്ച് കടും പായസമോ ശർക്കര പായസമോ അല്ലെങ്കിൽ വേറെ നിവേദ്യങ്ങളൊക്കെ വെച്ചിട്ട് അവർക്ക് സമർപ്പിക്കാന്നല്ലാതെ കള്ളും ചാരയും വെച്ച് കൊടുക്കാനായിട്ട് അവർക്ക് പറ്റില്ല. കോഴീനറുത്ത് കർമ്മം കൊടുക്കാൻ അവർക്ക് പറ്റില്ല. അതിൻ്റെ ഒരു പകർപ്പ് എന്നുള്ളോണം ഗുരുതി നാളികേരം ഇട്ടിട്ട് അല്ലെങ്കിൽ കുമ്പളങ്ങ അറുത്തിട്ടൊക്കെ ചെയ്യുന്നതായിരിക്കും. പക്ഷെ അതിൻ്റെ ഒറിജിനാലിറ്റി കിട്ടണമെന്ന് വെച്ചെങ്കിൽ അവർക്ക് മറ്റുള്ള കൗളാചാരപ്രകാരമുള്ള കർമ്മങ്ങൾ ചെയ്യണം. അപ്പോഴാണ് അവർ ആ ദുരിതങ്ങളൊക്കെ തീർന്ന് അല്ലെങ്കിൽ അവരെ നല്ലൊരു ഇതിലേക്കാവുള്ളൂ. അവരെ പിണക്കങ്ങൾ മാറി അവരുടെ ആ ശക്തി ചൈതന്യങ്ങളൊക്കെ കൃത്യമായിട്ട് വരാനായിട്ട് അതുണ്ടാവുള്ളൂ. അല്ലെങ്കിൽ ഉറക്കം നീങ്ങിയിരിക്കുന്ന ഒരവസ്ഥ നമ്മൾ എന്ത് ചെയ്താലും അത് ചിലപ്പോൾ ചെയ്തതിനൊരു ഗുണം ഉണ്ടായിരിക്കില്ല. എങ്കിലും തീരെ നിവൃത്തിയില്ല എങ്കിലും മറ്റുള്ളതൊന്നും ചെയ്യാൻ പറ്റില്ല വെച്ചെങ്കിലും ഇങ്ങനെ ഇത് ചെയ്തില്ല വെച്ചെങ്കിൽ അവരുടെ ശക്തി തീരെ ഇല്ലാതായി അവരുടെ ശാപദുരിതങ്ങൾ വാങ്ങിക്കുന്നതായിട്ട് നല്ലത് എന്തെങ്കിലും ചെയ്യുന്നതാണ്. അപ്പൊ ഈ പറഞ്ഞു വന്നിട്ടുള്ളത് ഉത്തമമായിട്ടുള്ള കർമ്മമുണ്ട്, മധ്യമായിട്ടുള്ള കർമ്മങ്ങളുണ്ട്. അപ്പൊ മലബാരം സമ്പ്രദായത്തിലുള്ള മൂർത്തികളാണ് ഒരുപാട് കുടുംബങ്ങളിലൊക്കെ കർമ്മിത്വത്തിൽ കർമ്മികൾ ആചരിച്ചിട്ടുണ്ട്. മറ്റത് ഉത്തമത്തിൽ എന്ന് പറയുമ്പോൾ ഗണപതി, ശിവനോ സുബ്രഹ്മണ്യനോ അല്ലെങ്കിൽ ഭദ്രകാളിയോ നാഗങ്ങളോ വിഘ്നേശ്വരനോ അതൊക്കെ ആയിരിക്കാം. അവർക്കൊന്നും നമ്മളീ പറഞ്ഞ കാര്യം ബാധകമല്ല. പക്ഷേ ചാത്തൻ, കരിങ്കുട്ടി, കല്ലടിക്കോട്, കരിനീലി, ഇപ്പോൾ മലനായാടി അല്ലെങ്കിൽ ഗുളികൻ അതേപോലുള്ളതായ മലബാരം മൂർത്തികൾക്ക് ഉത്തമത്തുള്ള കർമ്മം ചെയ്യാതിരിക്കുന്നുണ്ട്, മധ്യമത്തുള്ള കർമ്മങ്ങൾ ചെയ്യാം. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അപ്പോൾ അവർക്ക് കള്ള് വേണം, ചാരായം വേണം, അത് വേണം, ഇതൊക്കെ ശരി. പക്ഷെ ഇതൊന്നും കഴിച്ചിട്ട് അലമ്പുണ്ടാക്കാൻ ഒരിക്കലും ആരും അവിടെ ആഹ്വാനം ചെയ്യുന്നില്ല. അവർക്കുള്ള കർമ്മമാണ്. അവർക്കുള്ള കർമ്മത്തിലുള്ള കാര്യങ്ങളൊക്കെ എന്താണ് ചെയ്തു വെച്ചെങ്കിൽ അത് ആ കളത്തിൽ തന്നെ സമർപ്പിക്കുക. അല്ലെങ്കിൽ തുള്ളി പോലും കറങ്ങി കഴിക്കണമെന്ന് ആ മൂർത്തികളും പറയുന്നില്ല, അല്ലെങ്കിൽ മറ്റൊരാളും പറയുന്നില്ല. കാരണം മദ്യമാണ്. അത് അധികം ആയിക്കഴിഞ്ഞാൽ ബുദ്ധിക്ക് മൗഢ്യങ്ങൾ ഉണ്ടാകുക. ഒരാൾ പറഞ്ഞ് മറ്റൊരാൾക്ക് ഇഷ്ടാവില്ല, മറ്റൊരാൾ പറഞ്ഞ് കഴിച്ചവൻ പറഞ്ഞാൽ കഴിക്കാത്തവന് ഇഷ്ടമുണ്ടാവില്ല. അത് അവസാനം തല്ലും വഴക്കായിട്ട് കുടുംബം നശിച്ചെന്ന് പോവുക. നന്നാക്കാൻ വിചാരിച്ചത് വീണ്ടും പ്രശ്നത്തിലേക്ക് വരും. അപ്പോൾ ഉത്തമത്തിലുള്ള കർമ്മത്തിലുള്ള മൂർത്തികളുണ്ട് വെച്ചെങ്കിൽ തന്നെ സാത്വികമായിട്ടുള്ള ഉത്തമമായിട്ടുള്ള കർമ്മങ്ങൾ ചെയ്യുക. മധ്യമത്തിലുള്ള മൂർത്തികളുണ്ട് വെച്ചാൽ അവർക്ക് മധ്യമ കർമ്മം ചെയ്യാം. ഇതൊക്കെ ഏത് ചെയ്താലും നന്നായി വരാനായിട്ട് കൃത്യമായിട്ട് ഈശ്വരനുള്ള പ്രാർത്ഥനയും അവരുടെ മനസ്സും സന്തോഷവും എല്ലാവരും ചേർന്നുള്ള സന്തോഷത്തോടുള്ള കർമ്മമായിരിക്കണം. എങ്കിലും ആ ദേവതകൾ വരെ അത് കൈക്കൊള്ളുക. അപ്പോൾ ഈ അറിവ് ഇപ്പോൾ ഇതിനെക്കുറിച്ച് അറിയുന്നവർക്കൊന്നും ഇത് പ്രശ്നമല്ല, അറിയാത്തവർക്ക് അറിയാനായിട്ട് പറയുന്നത്. അപ്പോൾ ഈ അറിവ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.